അലർജിയുടെ ചോദിച്ചിലൊക്കെ ഞാൻ തന്നെ ഇരുന്ന് ചോദിച്ചോളാം. ഇത് നല്ല ഇഷ്ടമായി. ഇനി ഞാൻ വേറൊരു രീതിയിൽ ഇനി മാറ്റാൻ പോവാ. കണ്ടോട്ടോ, അത്യാവശ്യം നന്നായിട്ട് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്ന ആളാണ് നിങ്ങളുടെ അണ്ണൻ, നിങ്ങൾക്ക് അറിയാം അല്ലെ. ഇത് പലരും ചോദിക്കാറുണ്ട്, എന്നിട്ട് എങ്ങനെയാണ് ഈ ഒരേ ഒരു ബോഡി വെയിറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഒരു 58, 59. നമ്മളെപ്പോഴും ബാലൻസ്ഡ് ആയിട്ടാണ്, നല്ല എക്സസൈസുമാണ്. ഇപ്പം അത്യാവശ്യം ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ എക്സസൈസ് കംപ്ലീറ്റ് നിർത്തേണ്ടി വന്നു, യോഗ മാത്രം ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പൊ ഞാൻ ഒരു നേരത്തെ ഫുഡ് പൂർണ്ണമായിട്ട് ഒഴിവാക്കി എന്ന് പറയാൻ പറ്റില്ല. ബാക്കി കാർബ്സും സാധനങ്ങളും ഒഴിവാക്കിയിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള സലാഡ്സ് ആണ് ഇപ്പൊ കഴിക്കണം. അത് വൈകുന്നേരം വെജുകാർക്കും നോൺ വെജുകാർക്കും ഒരുപോലെ കഴിക്കാൻ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ നിലക്കടല ഉണ്ടല്ലോ, നിലക്കടല പുഴുങ്ങിയത്, പിന്നെ നമ്മുടെ സ്വീറ്റ് കോൺ. ഇപ്പൊ സ്വീറ്റ് കോണിന്റെ സീസൺ ആണ്. ഇത് മാത്രമേ പുഴുങ്ങിയിട്ടുള്ളൂ, സ്വീറ്റ് കോണും കടലയും. ബാക്കിയൊക്കെ പച്ചയാണ്. സവാള, തക്കാളി, കുക്കുംബർ, കാന്താരിയാണ് വേണ്ടത്. കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക്. പിന്നെ വേണ്ടത് നാരങ്ങ നീരും ഉപ്പും. അപ്പൊ ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്യുവാണേ. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് പ്രീ വർക്കൗട്ട് മീലും അത് കഴിഞ്ഞ് വർക്കൗട്ട് കഴിഞ്ഞ് പോസ്റ്റ് വർക്കൗട്ട് മീലും നമ്മൾ കഴിക്കാറുണ്ട്. വർക്കൗട്ടിന് മുമ്പ് പരമാവധി പ്രോട്ടീൻ കുറവും ഫൈബർ റിച്ച് ആയിട്ടുള്ള സാധനങ്ങളാണ് വർക്കൗട്ടിന് മുമ്പ് കഴിക്കുക. വർക്കൗട്ടിന് ശേഷം നമ്മൾ കഴിക്കുക പ്രോട്ടീൻ ഭയങ്കര റിച്ച് ആയിട്ടുള്ള സാധനങ്ങൾ. വർക്കൗട്ടിന് ശേഷം കഴിക്കാനുള്ള ഒരു മീലും കൂടിയാണ്. ഡയറ്റ് ചെയ്യുന്നവർക്ക് വൈകുന്നേരത്തെ ഫുഡ് ഒഴിവാക്കി കഴിക്കാനുള്ള ഒരു മീലും കൂടിയാണ്. അപ്പൊ ചിലർക്ക് നിലക്കടല അലർജി ഉള്ളവരുണ്ട്. രസം എന്ന് പറഞ്ഞാൽ നിലക്കടല ഏറ്റവും കൂടുതൽ അലർജി ഉള്ള ആളാണ് ഞാൻ ജസ്റ്റ് തിന്ന് കാണിച്ചേ ഉള്ളൂ. ഇവിടെ ഉള്ളവർക്കാണ് ഇത് ഉണ്ടാക്കി കൊടുക്കാറ്. അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് നമ്മുടെ വലിയ കടലയില്ലേ, വെളുത്ത കടല, അത് പുഴുങ്ങിയിട്ട് ഇതിന് പകരം ഇടുക. അല്ലെങ്കിൽ ചുമന്ന കടലയില്ലേ, അത് പുഴുങ്ങിയിട്ട് ഇടുക. അപ്പൊ പ്രോട്ടീൻ സെയിം ആയിരിക്കും, അലർജി ഒഴിവാക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റും ഉണ്ട്, എല്ലാ രുചിയുണ്ട്. ചെറിയൊരു മധുരം, കടലയുടെ രുചി, സവോളയുടെ ഒരു ഘ്രാണം, പച്ചമുളകിന്റെ എരിവ്, കുക്കുംബറിന്റെ ഒരു ന്യൂട്രൽ ടേസ്റ്റ്, തക്കാളിയുടെ നല്ല പുളി. കുഞ്ഞുങ്ങൾക്കുള്ള പോഷൻ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, കുറച്ച് മാറ്റിയിട്ട് ഇതിൻ്റെ അകത്ത് കുറച്ച് ഹണി ഒഴിച്ചാൽ, ചെറിയ ഉപ്പും പുളിയും ഹണിയും കൂടി ആകുമ്പോൾ അവർ ഉറപ്പായിട്ടും അടിപൊളിയായിട്ട് കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമായി. വെജിറ്റേറിയൻകാർക്കും നോൺ വെജിറ്റേറിയൻകാർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന സാധനമാണിത്. ഇനി ഞാൻ വേറൊരു രീതിയിൽ ഇനി മാറ്റാൻ പോവാ. കണ്ടോട്ടോ, ചിക്കന്റെ ബ്രസ്റ്റ് ഉപ്പും കുരുമുളകും ഒരല്പം മഞ്ഞപ്പൊടി വേണമെന്നില്ല കേട്ടോ, ഞാൻ ഇട്ടുന്നേ ഉള്ളൂ, നമ്മൾ സ്വന്തമാണല്ലോ, ഇട്ടിട്ട് പുഴുങ്ങി പൊടിച്ചതാണ്. അപ്പൊ ഞാൻ ഇത് നന്നായിട്ട് ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്യുന്നു. ചിക്കൻ കൂടെ വന്നു. ചിക്കൻ ബ്രസ്റ്റ് ഫാറ്റ് കുറവും പ്രോട്ടീൻ കൂടുതലുമാണ്. ഇപ്പൊ വേറൊരു ടേസ്റ്റായി. വലിയ വലിയ സ്റ്റാർ ഹോട്ടലിൽ പോകുമ്പോൾ അവിടെ കുറെ സലാഡ്സ് ഉണ്ടാവും. അവർ വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് നല്ലൊരു കുറച്ച് ഫ്ലേവേർഡ് യോഗട്ടോ അല്ലെങ്കിൽ കുറച്ച് ചീസോ അല്ലെങ്കിൽ കുറച്ച് ക്രീമോ ഒക്കെ ചേർക്കും. നമുക്ക് അതൊന്നും വേണ്ട, നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ടുള്ള സാധനങ്ങളാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാറ്. ഇപ്പൊ ഒന്നും കൂടെ ഹെൽത്തി ആയി, ഒന്നും കൂടെ ടേസ്റ്റി ആയി.